ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് സൂചി കോർക്കാൻ ഒരു എളുപ്പ വിദ്യയാണ്. പലർക്കും സൂചി കോർക്കാൻ വളരെ പ്രയാസമായിരിക്കും. അതിൻ്റെ ഓട്ട ചെറുതായതുകൊണ്ട് തന്നെ. അതുകൊണ്ട് നമുക്ക് എളുപ്പത്തിൽ എങ്ങനെ സൂചി കോർക്കാം എന്നതാണ് ഇനി പറയുന്നത്. ഈ ട്രിക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പ്രത്യേകിച്ച് വയസ്സായവർക്കും കുട്ടികൾക്കും മുതിർന്നവർക്കുമൊക്കെ എളുപ്പത്തിൽ സൂചി കോർക്കാൻ കഴിയും. അപ്പോൾ അത് എന്താണെന്ന് ഇനി പറയാം. അപ്പോൾ അതിനായി സൂചിയും നൂലും ഇതുപോലെ ഒരു കഷ്ണം കടലാസും എടുക്കുക. അതിനുശേഷം ചെയ്യേണ്ടത് ഇനി പറഞ്ഞു തരാം. അതെ, കടലാസ് ഏകദേശം ഇതുപോലെ മടക്കണം. ഇനി പറഞ്ഞു തരാം. കടലാസ് മടക്കുന്നതിന് മുൻപ് നൂലിതാ ഇതുപോലെ വെക്കണം. അതെ, ഏകദേശം ഇതുപോലെ ഒരു അറ്റം പുറത്ത് കാണുന്ന വിധത്തിൽ അതെ ഇതുപോലെ വെക്കുക. അതിനുശേഷമാണ് ഇനി കടലാസ് മടക്കേണ്ടത്. നമുക്ക് നോക്കാം. ഇതുപോലെ മടക്കുക. ഏകദേശം കുട്ടികൾ റോക്കറ്റാക്കി കളിക്കുന്ന വിധത്തിൽ ഈ ഭാഗം നല്ല ഷാർപ്പായിരിക്കണം. ഇതിനുള്ളിലൂടെ നൂലിൻ്റെ അറ്റം ഇങ്ങനെ കാണാം. അതെ, അതിനുശേഷം പതിയെ സൂചിയിലേക്ക് കടത്തി നോക്കാം. ഇതുപോലെ കടലാസ് നന്നായി മടക്കിയതിന് ശേഷം ഇതുപോലെ നൂല് അറ്റത്ത് വെച്ചിട്ട് നിങ്ങൾ സൂചിയിൽ കോർക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നൂല് വളയാതെയും സ്ട്രെയിറ്റായി നിങ്ങൾക്ക് സൂചിയിലേക്ക് നൂല് കയറ്റാൻ പറ്റും. അപ്പോൾ ഇത് എല്ലാവർക്കും ഈ ടിപ്പ് ഉപകരിക്കാവുന്നതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അടുത്ത ടിപ്പ് പറയുന്നത് ഇതുപോലെയുള്ള ഷോള്, അതുപോലെ തന്നെ നൈറ്റി, ഇങ്ങനെയുള്ള ഷോളുകളൊക്കെ പിന്ന് കുത്തുമ്പോൾ പലർക്കുമുള്ള പ്രോബ്ലമാണ് ഇങ്ങനെ കുടുങ്ങിപ്പോകുന്നത്. അപ്പോൾ അതെങ്ങനെ കുടുങ്ങിപ്പോവാതെ പിന്ന് കുത്താമെന്നതാണ് ഇനി പറയുന്നത്. അതിനായി വേണ്ടത് ഒരു കഷ്ണം പേപ്പറാണ്. ഒരു കഷ്ണം പേപ്പറും ഒരു സേഫ്റ്റി പിന്നും. അതെ, ഈ പിന്നും ഇതുപോലെ ഒരു കഷ്ണം പേപ്പറും ആണ് ഇതിനാവശ്യമായി വരുന്നത്. ഇതുപോലെ മടക്കിയ പേപ്പറിൽ ഇതുപോലെ സേഫ്റ്റി പിന്ന് കുത്തി വെച്ചതിന് ശേഷം നിങ്ങൾക്ക് ഷോളിലോ അതുപോലെ എവിടെയെങ്കിലും നിങ്ങൾക്ക് എങ്ങനെ കുത്തിയിട്ടുണ്ടെങ്കിൽ ഒരിക്കലും പിന്ന് കുടുങ്ങില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. കണ്ടോ, ഇതുപോലെ നിങ്ങൾക്ക് പിന്ന് കുത്തിയെടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അതെ, ഇത് ഒരിക്കലും കുടുങ്ങില്ല. നൈറ്റിയിലായാലും നിങ്ങൾക്ക് വളരെ സേഫായി പിന്ന് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു രീതി തന്നെയാണിത്. അപ്പോൾ ഇതുപോലെയുള്ള ഈസി ടിപ്പുകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഈ 2 ഈസി ടിപ്പ് നിങ്ങളൊന്ന് ചെയ്ത് നോക്കൂ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും സൂചിയുടെയും പിന്നിൻ്റെയും. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.